ശ്രീനാഥ് ബാസി, വാണി വിശ്വനാഥ് രണ്ടുപേരെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ടുള്ള ഒരു സിനിമ കണ്ടു. ആസാദി അതാണ് പേര്. OTT-യിലാണ് മൂവി കണ്ടത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 മാസത്തിന്റെ ഉള്ളിലായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ വന്നു പോയിട്ടുണ്ടായിരിക്കുകയെന്ന്. അങ്ങനെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്. ശരിയാവണം എന്നില്ല. ഏതായാലും ഈ ഒരു സിനിമ ജോ ജോർജ് സംവിധാനം ചെയ്തു. സിനിമ കണ്ട സമയത്ത് എനിക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ തോന്നി. അപ്പൊ അത് റിവ്യൂ ആയിട്ട് പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സിനിമ ഒരു ജയിൽ ബ്രേക്ക് മൂവിയാണ്. നമ്മൾ മലയാളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ജയിൽ ബ്രേക്ക് മൂവീസ് ഒക്കെ വരാറുള്ളത്. അതിനുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിലൊക്കെ. അതൊക്കെ ജയിൽ ബ്രേക്ക് മൂവിയാണ്. ആ സിനിമ കണ്ടവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ജയിൽ ബ്രേക്ക് മൂവി എന്ന്. ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ട്, തടവുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രക്ഷപ്പെടൽ, അത്തരം ശ്രമങ്ങളൊക്കെ കാണിക്കുന്ന സിനിമയാണ്. അപ്പൊ ഇത്തരം സിനിമകൾ കാണുന്ന സമയത്ത് മിക്കപ്പോഴും അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും പ്രേക്ഷകർക്ക്. എന്താണ് സംഭവിക്കാന്ന് അറിയണം. അതുപോലെ തന്നെ ജയിലുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതായത് കാരണം തന്നെ അതിനകത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 99% അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവർ ആ ഒരു ശ്രമത്തിൽ നിന്ന് പരാജയപ്പെടാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. ഈ രക്ഷപ്പെടലും അതുപോലെ പരാജയപ്പെടലും ഒക്കെ ഈക്വൽ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകരെ മുൻപോട്ട് കൊണ്ടുപോവുക. ആ ഒരു ടെൻഷനൊക്കെ ബിൽഡ് ചെയ്ത് പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചിരുത്തും. പക്ഷെ ഇവിടെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് വരുന്നത് ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ്. ഇതിനകത്തും ഈ പറയുന്ന പോലെ തടവുകാരുടെ ഒരു രക്ഷപ്പെടൽ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഗംഗ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഗർഭിണിയാണ്, അതുപോലെ തന്നെ തടവുകാരിയാണ്. ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഗംഗയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് ഗംഗ എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് മുൻപോട്ട് കാണിക്കുന്നത്. അപ്പൊ ഗംഗ രക്ഷപ്പെടുവോ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രേക്ഷകരെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിന്റെ മൊത്തം മേക്കി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു 10-35 വർഷം മുമ്പ് ഇറങ്ങേണ്ട സിനിമയാണെന്നാണ്. അതായത് വിഷ്വലൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, തിരക്കഥ അങ്ങനെയാണ്, അതുപോലെ തന്നെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും എല്ലാ മേഖല നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു പഴഞ്ചൻ ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തുടക്കത്തിൽ തന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഘർഷങ്ങളൊക്കെ തുടക്കം മുതലേ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും അത്രയും സംഘർഷങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കരുത്. കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഇറങ്ങാനുള്ള ഒരു സാവകാശം കൊടുക്കണം. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സിനിമ തുടങ്ങിക്കഴിഞ്ഞ അവസാനം വരേക്കും ഒരൊറ്റ ഒരു ഗ്രാഫ് ലൈനിലാണ് സിനിമ പോകുന്നത്. ആ ഒരു ലെവൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. മറിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പക്കായിട്ട് ഒരു സ്ക്രിപ്റ്റിന്റെ ഗ്രാഫ് വേരിയേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ടെൻഷൻ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇത്തരം ജയിൽ ബ്രേക്ക് മൂവീസിലൊക്കെ ആ ഒരു ഗ്രാഫ് ലെവൽ കീപ്പ് ചെയ്താൽ മാത്രമേ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. ഇതിനകത്ത് ഒന്നും വരുന്നില്ല. കാരണം ഒരൊറ്റ ലെവലിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ടെൻഷൻ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഇമോഷണൽ കണക്ഷനും കഥാപാത്രങ്ങളും ഒന്നും ആയിട്ട് കിട്ടുന്നില്ല. ഒന്നാമത് ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് മെഡിക്കൽ കോളേജിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു. അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കുറെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വരുന്നുണ്ട്. അതേപോലെ പൂർണ്ണ ഗർഭിണികളായിട്ട് ആ ഒരു പ്രസവം കാത്തു നിൽക്കുന്ന സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കഥാപാത്രമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. കുറെ സംഭവങ്ങൾ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സൈജു കുറുപ്പിന്റെ ഒക്കെ ലൈഫ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ കാണിച്ചെന്ന്. ആ പറഞ്ഞ കാണിച്ച സാധനമൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള സംഭവങ്ങളാണ്. എന്താണ് ഈ സിനിമയിൽ സൈജു കുറുപ്പിന്റെ ആവശ്യം എന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ കുറെ ഉപകഥകളായിട്ട് കുറെ ഗർഭിണികളുടെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഈ കഥാപാത്രങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വാണി വിശ്വനാഥ് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഓവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇത്രയും മീറ്റർ പിടിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് ഇത്രയും ഓവർ ആക്കുന്നത് എന്നുള്ള ഫീലാണ്. ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ വാണി വിശ്വനാഥിനെ പ്രേക്ഷകര് കാണാൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഒരു പോലീസൊക്കെ ആയിട്ടാണ്, ആ ഒരു രൂപത്തിലേക്കാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങ് ചെയ്തിട്ട് അങ്ങ് വെറുപ്പിച്ചു വെക്കുക. ഒന്നാമത് വാണി വിശ്വനാഥ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിഷയമായിട്ട് എടുക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തിനാണ് ഈ കഥാപാത്രം ഇത് ഇത്രയും വലിയ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാക്കി എടുക്കുന്നത് എന്നുള്ള ഫീലൊക്കെ നമുക്കും വരും. സോ ഇത് മുൻപോട്ട് പോകുന്നതോറും വാണി വിശ്വനാഥ് ഭയങ്കര ഓവർ ആണെന്നുള്ള ഫീൽ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള ലോജിക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോമഡി സംഭവം തന്നെയാണ്. ഇതിനകത്ത്
സത്യത്തിൽ ക്രൈം ചെയ്ത ആളുകളാണ് നായകനും നായകന്റെ കൂടെയുള്ളവരൊക്കെ. പക്ഷെ അവർ ഗ്ലോറിഫൈ ചെയ്യാണ്. എന്തിനാ ഗ്ലോറിഫൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ ചെയ്യുന്ന എല്ലാ കാര്യം തെറ്റാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് വെക്കാം. പക്ഷെ നമുക്ക് ആ സമയത്തും അവരുടെ കൂടെ നിൽക്കാൻ തോന്നണം. നായകൻ ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണെങ്കിലും നമുക്ക് ആ നായകന്റെ കൂടെ തന്നെ നിൽക്കാൻ തോന്നണം. അതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം ബലപ്പെട്ടാലുള്ള മെച്ചം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും അവസാനം വരേക്കും മോഹൻലാലിന്റെ കൂടെ നിൽക്കാൻ തോന്നുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അത് ആ ഒരു തിരക്കഥ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബലപ്പെടുത്തിയ കാര്യമാണ്. ഇതിനകത്ത് ഈ ഒരു സിനിമയ്ക്കകത്ത് തിരക്കഥ ഭയങ്കരമായിട്ട് ദുർബലപ്പെട്ടു പോയത് കാരണം നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാലും അവസാനം ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത്രയും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമൊക്കെ ചെയ്തിട്ടുള്ള ഈ നായകനെ എന്തിനു സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ചിന്തയാണ് നമുക്ക് വരുന്നത്. ഈ സിനിമ എന്തു സന്ദേശമാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ആ ചിന്തകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? തിരക്കഥ ഭയങ്കരമായിട്ട് ദുർബലപ്പെട്ടു പോയത് കൊണ്ടാണ്, അല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ലാൽ ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഓവർ ആക്കിയിട്ടുള്ള പെർഫോമൻസ് ആണ്. ലാൽ മാത്രല്ല, ഇതിനകത്ത് വന്നിട്ടുള്ള കുറെ പേര് അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഓവർ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ആരും കഥാപാത്രമായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്ക്രീൻ പ്ലേ വളരെ മോശമായി എന്നുള്ള ഫീലാണ്. അങ്ങനെ മൊത്തത്തില് എന്തിനാണ് ഈ സിനിമ എടുത്തു വെച്ചത്, എന്താണ് പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്തു വെക്കുന്നത് എന്നുള്ള കുറേ അധികം ചിന്തകൾ വരുന്നുണ്ട്. പിന്നെ നായകനായിട്ടുള്ള ശ്രീനാഥ് ബാസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അഭിനയവും ഇല്ലാണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ നിൽപ്പാണ്. ഞാൻ ആലോചിക്കുകയാണ്, എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, എത്ര ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ആ ആർട്ടിസ്റ്റിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നപ്പോൾ ആ ആർട്ടിസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ വികാരവും ഇല്ലാണ്ട് നിർവികാരനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് ശ്രീനാഥ് ബാസിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. അത് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത കാര്യമാണ്, പ്രത്യേകമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അപ്പൊ മൊത്തത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നായകന്റെ കൂടെ പലരും നിൽക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളിലും നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെന്തിനു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണെന്ന് കൂടി നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പറ്റണം, ആ ഒരു കണക്ഷൻ കിട്ടണം. ഇവിടെ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് ഈ പറയുന്നത് പോലെ അവരുടെ സമീപനം എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മൊത്തം പ്രശ്നം പിടിച്ചൊരു തിരക്കഥയാണ്, സിനിമയാണ്. ഏതായാലും സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സനീഷ് സ്റ്റാൻലി ആണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഏതോ കാലത്ത് കാണേണ്ട കണ്ടു മറന്ന സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള ഒന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വരുൺ ഉണ്ണിയാണ് ഇതിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതമൊക്കെ ചെയ്തിട്ടുള്ളത്. അതും ഈ പറയുന്നത് പോലെ എടുത്ത് പറയത്തൊക്കെ ഒന്നും കാണുന്നില്ല. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒന്നും എടുത്തു പറയാനായിട്ട് സിനിമയിൽ ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു തിരക്കഥ കുറെ കൂടി മാറ്റിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലേക്ക് മാറ്റിയിട്ട് അതിനനുസരിച്ച് മേക്ക് ചെയ്തിരുന്നു എങ്കിൽ കുറച്ചെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു ജയിൽ ബ്രേക്ക് മൂവി ഒക്കെ കൊണ്ടുവന്നിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, ആ ഒരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കിട്ടാതെ പോകുന്നു എന്നൊക്കെ ഉള്ളത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അത്രത്തോളം റയറായിട്ട് മാത്രമാണ് മലയാളത്തിൽ ഈ ജയിൽ ബ്രേക്ക് മൂവി ഒക്കെ വരുന്ന മൂവി ഇതുപോലെ ആയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് നിരാശയാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ആസാദി എന്ന് പറയുന്ന സിനിമ.